ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളിതേ ഓണം വെക്കേഷന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. മൈസൂരിലേക്കാണ് പോകുന്നത്. ട്രെയിനിനാണ് പോകുന്നത്. ഞങ്ങളിതേ മൈസൂരെ എത്താറായി. ദേ ഇവാൻകുട്ടൻ അപ്പയുടെ അടുത്ത് ഫോണിന് വഴക്കുണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഗൈസ്, നമ്മളിതേ മൈസൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ, റിയോ മെറിഡിയൻ ഹോട്ടൽ. ഇവൻ ഇൻട്രോ പറയുന്ന സീനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹോട്ടൽ എന്ന് പറയുന്നത് സൂവിനോടും പാലസിനോടൊക്കെ ഏകദേശം അടുത്താണ്. ഒരു 2-3 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പോകുന്നത് വൃന്ദാവൻ ഗാർഡനിലേക്കാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 11:30-12 മണിയായി. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ആദ്യം പോയത് വൃന്ദാവൻ ഗാർഡനിലേക്കാണ്. ഏകദേശം ഹോട്ടലിൽ നിന്ന് 18 കിലോമീറ്റേഴ്സ് ഉണ്ട് വൃന്ദാവൻ ഗാർഡനിലേക്ക്. ഞങ്ങളൊരു ക്യാബ് വിളിച്ചു, ഒരു ടാക്സി വിളിച്ച് അതിനാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നു. നല്ല സ്ഥലമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമുക്കിവിടെ എന്തെങ്കിലും ടെൻഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ഭയങ്കര കൂളാവും. ആ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം ഒരു 4 o'clock ആയി ഈവനിങ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അധികം തിരക്കില്ല അവിടെ. ഇവിടെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഉണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് ഒരുപാട് ആൾക്കാർ വരുമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പാർക്കുകളുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പാകത്തിന്. ചെറിയ പാർക്കുകളാണ്, ഒരു 2-3 ഒക്കെ അതിൻ്റെ ഉള്ളിൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവാൻകുട്ടൻ ഓടുന്ന കാരണം അപ്പം അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചിരിക്കുകയാണ്, അവനെ വിടാണ്ട്. പിന്നെ ഇതിൻ്റെ പല ഭാഗത്തും ഇപ്പം മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് ഈ വാട്ടർഫോൾസും അതൊക്കെ ചില സ്ഥലങ്ങളിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ മെയിൻ്റനൻസ് വർക്കാണെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഗൈസ്, അതൊന്നും, അതുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല. ഇവിടുത്തെ സ്റ്റേഡിയം, ഇവിടെയാണ് നമ്മുടെ മ്യൂസിക് ഫൗണ്ടെയിൻ നടക്കുന്നത്. ഇത്രയും കൂടെ ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങുമായിരിക്കും. ഇത് ഇവിടെ വന്ന ഒരു കുട്ടിയാണ്, നമ്മളെപ്പോലെ തന്നെ ഫാമിലിയായിട്ട് വന്നവരാണ്. അപ്പോൾ ആ കൊച്ചിനെ ഇവൻ ഡാൻസ് പഠിപ്പിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ കുട്ടി കന്നഡയാണ് സംസാരിക്കുന്നത്. ഇവനാണ് കന്നഡ അറിയത്തില്ല, ഇവൻ മലയാളം സംസാരിക്കുന്നു, അവൾ കന്നഡ സംസാരിക്കുന്നു. പക്ഷേ രണ്ടുപേർക്കും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അവളെ ഡാൻസ് പഠിപ്പിക്കുന്ന സീനാണിത്. നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ഈ ഗാലറി ഫുള്ള് ഇപ്പോൾ ആൾക്കാരായി, നിറച്ച് തിരക്കായി. ഇപ്പോൾ ഏകദേശം ഒരു 6:30 ടൈം ആയിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഈവനിങ് ഒരു മ്യൂസിക് ഫൗണ്ടെയിൻ ഉണ്ടെന്ന്. ഇപ്പോൾ ഏകദേശം ഒരു 6:45 ഒക്കെ ടൈം ആയിട്ടുണ്ടാവും. ഇപ്പോൾ ആദ്യത്തെ ഷോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇവിടെ നിറച്ചും, ഒരു ചെറിയൊരു ഗാലറി പോലെയാണ്. ഇവിടെ ഫുൾ ആൾക്കാരാണ്. ഇരുട്ടായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നിറയെ ആൾക്കാരാണ് ഇപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഫസ്റ്റ് ഷോയാണ്. ഇതുപോലെ ഒരു 4 to 5 ഷോസ് വേറെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഒരു ഷോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ഉണ്ടാവും.
ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match that ignites the flame. I'm the TNT, but you're the spark to blame. And it's fire, burning holes inside my brain. Feel the fire, heat that melts us down again. Now it's pouring through my veins, but I said you're the spark to blame. And it's fire, burning holes inside my brain. Some days with you is paradise, but now you spin me in a web with all your lies. Want you to feel the way I feel inside. I'm reaching out for help, you got me in a riptide. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match.